എക്സാമിന് എങ്ങനെ പഠിക്കാം? പഠിച്ച കാര്യങ്ങൾ എങ്ങനെ ഓർത്തെഴുതാം? ഓർത്തെഴുതുന്നത് എങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മാർക്കുകൾ നമുക്ക് സ്വന്തമാക്കാം? അതെ, നിങ്ങൾ ആദ്യം പഠിക്കുവാൻ ഇരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങളുടെ തൊട്ടടുത്ത് മൊബൈൽ ഫോണോ ടി വിയോ ഇങ്ങനെ വല്ല ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അവയെ നിങ്ങൾ ആദ്യം അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ വിഷയം എന്ന് പറയുന്നത്. ഇനി ഫോണിലാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങളത് സൈലൻറ്റ് മോഡിലിട്ടുകൊണ്ട് പഠിക്കുവാൻ ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ പഠിക്കുന്ന കാര്യത്തെ ആദ്യം 3 തവണ വായിക്കുക. നിങ്ങൾ പഠിക്കുവാൻ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റിൽ നിങ്ങൾക്ക് വരുമെന്ന് ഉറപ്പുള്ളൊരു വിഷയം മാത്രം പഠിക്കാൻ ശ്രമിക്കുക. വാരി വലിച്ച് പഠിക്കരുത്, ഒരു ഉപകാരവും ഉണ്ടാവില്ല. അതായത് നിങ്ങൾ 3 തവണ വായിക്കുക. എന്നതിന് ശേഷം ആ പുസ്തകത്തെ മടക്കി വയ്ക്കുക. അല്ലെങ്കിൽ ആ പുസ്തകത്തെ മറ്റൊരാളുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് ഓർത്തോർത്ത് നിങ്ങൾ മുന്നേ വായിച്ച വിഷയത്തെക്കുറിച്ച് ആ വ്യക്തിക്ക് ടീച്ച് ചെയ്ത് കൊടുക്കുക. ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണിത്. ആ ടീച്ച് ചെയ്യുന്ന ടൈമിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ കൊണ്ട് അത് നമ്മൾ ട്രിഗർ ചെയ്യിപ്പിക്കണം. അത് ഇന്നതാണ് എന്നുള്ള പോയിന്റ് ഓഫ് ചെയ്യിപ്പിക്കുക. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ ആദ്യം വായിച്ചതും മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്തതുമായിട്ടുള്ള കാര്യങ്ങളെ ഓർത്തെടുത്തുകൊണ്ട് നിങ്ങൾ എഴുതുവാൻ ശ്രമിക്കുക. തെറ്റിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. നിങ്ങൾ ആദ്യം പഠിക്കുമ്പോൾ വ്യക്തമാക്കി പഠിക്കുക. രണ്ടാമത് നിങ്ങൾ ഒരാൾക്ക് ടീച്ച് ചെയ്യുമ്പോൾ അവിടെ തെറ്റുകയാണെന്നുണ്ടെങ്കിൽ അതൊരു മിസ്റ്റേക്ക് ആയിട്ട് കാണരുത്, അത് ഭയപ്പെടരുത്. അത് നിങ്ങളെ ഡൗൺ ആക്കുന്ന ഒരു വിഷയമേ അല്ല. മൂന്നാമത്തത്, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ വ്യക്തമായി എഴുതുക. വ്യക്തമായി എഴുതുക എന്ന് പറയുമ്പോൾ ആ പുസ്തകത്തിലുള്ള അതേപോലെ പ്രിൻ്റ് ഔട്ട് ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. ബട്ട് നമ്മൾക്ക് ആ സബ്ജക്റ്റുകൾ അവിടെ വന്നാൽ മതി. ഈ 3 രീതിയിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇനി എക്സാം ഹാളിൽ പോയി കഴിയുമ്പോൾ ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ബ്രെയിനിൽ നിന്നും ഇത് ട്രിഗർ ചെയ്തിരിക്കും. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലായിരിക്കും നിങ്ങൾ ഇന്നലെ പഠിച്ച കാര്യങ്ങളെല്ലാം ഒബ്സർവ് ചെയ്ത് കിടക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡിലോട്ട് കാണുമ്പോൾ ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നും അതിൻ്റെ ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അതിലൂടെ നിങ്ങൾക്ക് എക്സാം ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ കഴിയും. സോ നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രാക്ടീസ് ഒന്ന് ചെയ്തു നോക്കുക. ഒരുപാട് പേർക്ക് ഗുണം ഇതിനോടകം തന്നെ മുന്നുള്ള കാലങ്ങളിലെല്ലാം ഉപകാരപ്രദമായിട്ടുള്ളൊരു ടെക്നിക്കാണ്. അപ്പോൾ ഒന്നുകൂടി പറയാം, ആദ്യം നിങ്ങൾ പൂർണ്ണമായി വായിക്കുക. രണ്ടാമത്, നിങ്ങൾ ഒന്നില്ലെങ്കിൽ ഒരു മിററിൻ്റെ മുന്നിൽ പോയി നിന്ന് പറയുകയോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ കയ്യിൽ ആ പുസ്തകത്തെ കൊടുത്തുകൊണ്ട് നിങ്ങൾ ആ കാര്യങ്ങൾ പറഞ്ഞ് ടീച്ച് ചെയ്യുകയോ ചെയ്യുക. മൂന്നാമത്, ആ കാര്യത്തെ നിങ്ങൾ എഴുതുവാൻ ശ്രമിക്കുക. ഈ 3 ടെക്നിക്ക് യൂസ് ചെയ്യുക. അതേപോലെ തന്നെ ഒരു ഹാഫ് ആൻ അവർ എന്നുള്ള രീതിയിൽ സ്കെഡ്യൂൾ ചെയ്തുകൊണ്ട് ഈ 3 ടെക്നിക്സും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അല്ലാതെ ഇരുന്ന ഇരിപ്പിൽ തന്നെ 4-5 മണിക്കൂർ ഇരുന്നിട്ട് പഠിച്ചിട്ട് ഒരു കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത്. ബ്രെയിനിന് റെസ്റ്റ് കൊടുത്ത് ബ്രെയിനിനും ശരീരത്തിനും ഒരു സാറ്റിസ്ഫിക്കേഷൻ കൊടുത്തുകൊണ്ട് പഠിക്കുമ്പോഴാണ് നമ്മളുടെ ബ്രെയിൻ അത് ഒബ്സർവ് ചെയ്യുവാനും അത് പിന്നീട് നമുക്കത് ട്രിഗർ ചെയ്ത് യൂസ് ചെയ്യാനും നമ്മളെ കൊണ്ട് കഴിയുക. അല്ലാതെ വാരി വലിച്ച് കുറേ മണിക്കൂറുകളോളം ഇരുന്നത് കൊണ്ടോ പഠിച്ചത് കൊണ്ടോ നിങ്ങൾക്കതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവാൻ പോകുന്നില്ല. താങ്ക് യു ഫോർ വാച്ചിങ്.